ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പ് ലൈവ് ഫസ്റ്റ് ഗോൺ ഓൾവേസ് പോസിറ്റീവായി. വേട്ടയൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വേട്ടയൻ ഒക്ടോബർ 10 ചിത്രം തിയേറ്ററിലേക്ക് എത്തും. ഇനി ചിത്രം റിലീസ് ആകുവാനായിട്ട് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിത്രത്തിന് മേലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു ഹൈ ലെവലിലാണ് ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ നിൽക്കുന്നതെന്ന് പറയാം. കാരണം ചിത്രം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ചിത്രത്തിന് മേലെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ TJ ജ്ഞാനവേൽ എന്നുള്ളൊരു ആ പേര് മാത്രം, അതോടൊപ്പം സൂപ്പർ സ്റ്റാർ എന്നുള്ള രജനീകാന്ത് എന്നുള്ള ആ പേരും, ഈ രണ്ടൊരു എക്സ്പെക്റ്റേഷൻ മാത്രമേ ആ ചിത്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചിത്രത്തിൻ്റെ ആ പാട്ടുകൾ, അനിരുദ്ധാണ് ചിത്രത്തിനെ അടുത്തൊരു ലെവലിലേക്ക് എക്സ്പെക്റ്റേഷൻ ലെവൽ കൂട്ടിയത്. അനിരുദ്ധാണ്. അനിരുദ്ധിനെ മനസ്സിലായ സോങ് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചു. അതോടൊപ്പം ഹണ്ടർ ബന്ദാർ ആ സോങ്ങും ഹിറ്റായി. അങ്ങനെ 2 സോങ്ങുകൾ കൊണ്ട് ഈ ജയിലറിൽ സംഭവിച്ച ആ ഒരു മാജിക്ക് ജയിലറിനും ഇങ്ങനെയായിരുന്നു. അനിരുദ്ധിൻ്റെ പാട്ടുകളാണ് ജയിലറിനെ അടുത്തൊരു ലെവലിലേക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരുന്ന ചിത്രത്തിനെ തൂക്കി നിർത്തിയത് ആ പാട്ടുകളായിരുന്നു റിലീസിന് മുമ്പ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വേട്ടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ കൂടിയത് അനിരുദ്ധിൻ്റെ ആ ഒരു മ്യൂസിക്, അല്ലെങ്കിൽ ആ മനസ്സിലായ സോങ്ങും അതോടൊപ്പം ഹണ്ടർ ബന്ദാറും എല്ലാം കൂടി വന്നതോടുകൂടി എക്സ്പെക്റ്റേഷൻ പിന്നെയും കൂടി. അതിനുശേഷം ചിത്രത്തിൻ്റെ ഒരു പ്രിവ്യൂ പോലെ ഒന്ന് പുറത്തു വിട്ടിരുന്നു. അത് കണ്ടപ്പോഴേക്കും വീണ്ടും ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നുകൂടെ കൂടി. പിന്നെ ട്രെയിലർ കണ്ടപ്പോഴേക്കും നല്ലൊരു എക്സ്പെക്റ്റേഷനാണ് ചിത്രത്തിന് മേൽ എല്ലാവർക്കും വന്നിരിക്കുന്നതെന്ന് പറയാം. പേഴ്സണലായിട്ട് എനിക്ക് ആ ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ എന്നതിലുപരി ഒരു ഡയറക്ടർ സിനിമയായിട്ടാണ് എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. TJ ജ്ഞാനവേൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പോപ്പുലറായത്. ജയ് ഭീം എന്ന ചിത്രം സൂര്യയെ വെച്ചെടുത്ത രാജ്യം മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങാതെ കൊറോണ സമയമായതുകൊണ്ട് OTTയിൽ റിലീസ് ചെയ്ത് വമ്പൻ തരംഗമായി രാജ്യം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ജയ് ഭീം എന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറും പിന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടെ കൂടുമ്പോഴുള്ള ഒരു ആ കോമ്പിനേഷനായിരുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്നത്. അതോടൊപ്പം ഇന്ത്യൻ സിനിമയിലെ 2 ഇതിഹാസ താരങ്ങൾ രജനീകാന്തും അമിതാഭ് ബച്ചനും കൂടെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഉള്ളതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിത്രത്തിന് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതും കൂടെ ആയപ്പോഴേക്കും ആ ഒരു കാസ്റ്റിംഗ് തന്നെ ചിത്രത്തിന് മേലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൂട്ടുവാനായിട്ടുള്ളൊരു കാരണമായി. പിന്നെ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരായി, ഭഗത് ഫാസിൽ, അതോടൊപ്പം തെലുങ്കിൽ നിന്നും റാണ രഘുപതി, അങ്ങനെ ഓരോ ഓരോ റീജിയണൽ ലാംഗ്വേജിൽ നിന്നും ഓരോരുത്തർ അങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടൊരു കാസ്റ്റിങ്ങും എല്ലാം കൂടെ ആയപ്പോഴേക്കും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലേക്കുള്ളൊരു ഇതിലേക്ക് ചിത്രം അങ്ങനെ ഡെവലപ്പായി എന്ന് പറയാം. അതോടൊപ്പം ഓഡിയോ ലോഞ്ചിൽ ഡയറക്ടർ പറഞ്ഞത് ഇത് പാൻ ഇന്ത്യ സിനിമയാക്കാൻ വേണ്ടി ആക്ടേഴ്സിനെ ചൂസ് ചെയ്തതല്ല, ആ കഥാപാത്രങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഡയറക്ടർ ജ്ഞാനവേൽ പറഞ്ഞത് തന്നെ. അതോടൊപ്പം രജനീകാന്ത് ഫഹദിനെ പ്രശംസിച്ചിരുന്നു. ഫഹദിൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് അമ്പരന്ന് പോയെന്നൊക്കെയാണ് അദ്ദേഹം ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത്. ഏതായാലും വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫഹദും മഞ്ജു ചേച്ചിയും ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഒരു എക്സ്പെക്റ്റേഷൻ ചിത്രത്തിനുണ്ട്. അതോടൊപ്പം രജനീകാന്തും അമിതാഭ് ബച്ചനും എന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ 2 സൂപ്പർ താരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന സിനിമയും എന്ന പ്രത്യേകതയും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷനാണ് ചിത്രത്തിന് വന്നിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോഴായിക്കോട്ടെ, തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ ആദ്യത്തെ 4 ദിവസം എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. പൂജ ഹോളിഡേയ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് റഷ് ഇനിയും കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം വേൾഡ് വൈഡ് ആണെങ്കിലും ഓവർസീസ് ആയിക്കോട്ടെ, USA, ബ്രിട്ടന് എന്നിവിടങ്ങളിലൊക്കെ എല്ലാം നല്ല ബുക്കിംഗാണ്, അഡ്വാൻസ് ബുക്കിംഗാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. നോർത്തിലും നല്ല റെസ്പോൺസാണ് ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കിട്ടുന്നത്. ഏതായാലും റെക്കോർഡുകൾ ഇടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിത്രം. അതോടൊപ്പം രജനീകാന്ത് ആശുപത്രിയിലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു ലാസ്റ്റ് വീക്ക്. അതും ആരാധകരെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ആശങ്കപ്പെടുത്തിയെങ്കിലും പിന്നെ അദ്ദേഹം ഡിസ്ചാർജായി. എല്ലാം കൊണ്ടും ചിത്രത്തിന് വലിയൊരു പോസിറ്റീവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഡയറക്ടറിൻ്റെ ആ ഒരു മികവാണ് എല്ലാവരും നോക്കുന്നത്. രജനീകാന്ത് ചിത്രം എന്നതിലുപരി ആ ഡയറക്ടറിൻ്റെ ആ ഒരു സിനിമ, അദ്ദേഹം രജനീകാന്തിനെ വെച്ച് എന്താണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, JBM ഡയറക്ടറിൻ്റെ ഒരു മാജിക്ക് ഇതിനും കാണുമോ എന്നാണ് തമിഴ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നതെന്ന് പറയാം. ഏതായാലും ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വേട്ടയൻ മനസ്സിലായ സോങ്ങും ഹണ്ടർ ബന്ദാർ സോങ്ങെല്ലാം സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു. അനിരുദ്ധും രജനീകാന്തും കൂടെ എപ്പം കൈ കോർത്താലും അപ്പോൾ എല്ലാം നടക്കുന്നത് വേറെ ലെവൽ മാജിക്കാണ്. അതാണ് ഈ സിനിമയിലും കണ്ടതെന്ന് പറയാം. ഏതായാലും ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും വേട്ടയൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.